നമസ്കാരം. മകൻ ധ്യാൻ ശ്രീനിവാസിന്റെ 37ാം പിറന്നാൾ ദിനത്തിലായിരുന്നു ശ്രീനിവാസിന്റെ മരണം. ജന്മദിനത്തിൽ തേടിയെത്തിയ അച്ഛന്റെ അപ്രതീക്ഷിത മരണവാർത്തയിൽ തകർന്നാണ് കോഴിക്കോട്ടെ സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ധ്യാൻ 11:30 കണ്ടനാട്ടെ വീട്ടിലെത്തിയത്. ധ്യാനെ കണ്ടതും വിഷമം നിയന്ത്രിക്കാനാകാതെ അമ്മ വിമലയും പൊട്ടിക്കരഞ്ഞു. ശേഷം ചേർത്ത് പിടിച്ച് വെങ്ങിക്കരയുന്ന ധ്യാൻ കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും നൊമ്പര കാഴ്ചയായി. ധ്യാൻ ഷൂട്ടിങ്ങിലായതിനാൽ ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് പോയത് ശ്രീനിവാസിനൊപ്പം ഭാര്യ വിമലയും ഡ്രൈവറുമാണ്. പോകുന്ന വഴി ആരോഗ്യം മോശമായി. തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ മരണം സ്ഥിരീകരിച്ചു. ചെന്നൈയിലേക്ക് തിരിക്കുന്നതിനായി വിമാനത്താവളത്തിലെത്തിയ സമയത്താണ് അച്ഛൻ്റെ വിയോഗ വാർത്ത വിനീത് അറിയുന്നത്. ഉടൻ തന്നെ യാത്ര റദ്ദ് ചെയ്ത് ആശുപത്രിയിലേക്ക് തിരികെയായിരുന്നു. രാവിലെ 8:30 തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അതുല്യനടൻ്റെ അന്ത്യം. വിവിധ രോഗങ്ങളെ തുടർന്ന് കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു. പ്രിയനടൻ്റെ മരണവാർത്തയറിഞ്ഞ് സിനിമ, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലയിലുള്ളവർ കൊച്ചിയിലേക്ക് എത്തുകയാണ്. നടൻ മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനൊപ്പം ശ്രീനിവാസിന്റെ വീട്ടിലെത്തി. ഔദ്യോഗിക ബഹുമതികളോടെയാവും ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങുകൾ. ചോദ്യം ചെയ്തും കലഹിച്ചും സ്നേഹിച്ചും പരുവപ്പെട്ട അപൂർവമായ ഹൃദയബന്ധമായിരുന്നു ധ്യാനിൻ്റെയും ശ്രീനിവാസിൻ്റെയും. ധ്യാനിനോടുള്ള സ്നേഹം പുറമേക്ക് പ്രകടിപ്പിക്കാൻ എന്നും പിശുക്ക് കാണിച്ച ശ്രീനിവാസൻ പക്ഷേ അവസാന നാളുകളിൽ ധ്യാനിനോട് കൂടുതൽ ചേർന്ന് നിന്നു. പൊതു ഇടങ്ങളിൽ സംസാരിക്കുമ്പോഴൊക്കെ ധ്യാനിനെ സ്വതസിദ്ധമായ ശൈലിയിൽ നർമ്മം കലർന്ന ശ്രീനിവാസൻ വിമർശിച്ചിരുന്നു. ഹോക്കിയിൽ ഇന്ദ്രജാലം തീർത്ത ധ്യാൻ ചന്ദ്രനോടുള്ള ആരാധന കൊണ്ടാണ് രണ്ടാമത്തെ മകന് ധ്യാൻ എന്ന് പേരിട്ടെന്ന് ഒരിക്കൽ ഒരു ചടങ്ങിൽ വെച്ച് ശ്രീനിവാസൻ വെളിപ്പെടുത്തിയിരുന്നു. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കുറച്ചു കാലം ഹോക്കി കളിച്ചിട്ടുണ്ട്. അന്ന് സ്പോർട്സ് വാർത്തകൾ സ്ഥിരമായി വായിക്കുമായിരുന്നു. ഇന്ത്യക്ക് ഹോക്കിയിൽ ഒളിമ്പിക്സ് മെഡലുകളെല്ലാം ലഭിക്കുന്ന കാലമാണ്. ആ കാലത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഹോക്കി കളിക്കാരനാണ് വിനീത് കുമാർ. എനിക്ക് ആദ്യമായി ഒരു മകനുണ്ടായപ്പോൾ ആ വിനീത് കുമാറിൻ്റെ കുമാർ വെട്ടിയാണ് പേരിട്ടത്. ധ്യാൻ ചന്ദ് എന്ന ആൾ ഇന്ത്യയിലെ ഹോക്കി മാന്ത്രികൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ ചന്ദ് വെട്ടിക്കളഞ്ഞിട്ടാണ് ധ്യാൻ എന്ന പേര് എൻ്റെ രണ്ടാമത്തെ മകൻ ഇട്ടത്. ആ ചന്ദ് കട്ട് ചെയ്തതിൻ്റെ കുഴപ്പം ഇവനുണ്ട്. പക്ഷേ ഇവൻ എന്ത് മാന്ത്രികമാണ് കാണിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ശ്രീനിവാസിൻ്റെ വാക്കുകൾ അന്ന് കാണികളിൽ ചിരി പടർത്തിയിരുന്നു. വിനീത് ശ്രീനിവാസൻ പൊതു ഇടങ്ങളിൽ സൗമ്യതയോടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അച്ഛൻ ശ്രീനിവാസിൻ്റെ സംസാരത്തിൻ്റെ മൂർച്ചയും നർമ്മവും അപ്പാടെ ധ്യാൻ പകർത്തി അച്ഛൻ്റെ മകൻ എന്ന പേര് സമ്പാദിച്ചു. എന്നാൽ ധ്യാനിനോട് ഏറ്റവും കൂടുതൽ വഴക്കിട്ടതും വിമർശിച്ചതും ശ്രീനിവാസനായിരുന്നു. ഇടക്കാലത്ത് മദ്യപാനത്തിലും ലഹരിയിലും മുങ്ങി നടന്നിരുന്ന കാലത്ത് അച്ഛൻ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ കാര്യം ഒരിക്കൽ ധ്യാൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. വൈകാരികമായ ആ വെളിപ്പെടുത്തൽ ധ്യാനിൻ്റെയും ശ്രീനിവാസിൻ്റെയും ആത്മബന്ധത്തെ മലയാളികൾക്ക് മുൻപിൽ അനാവൃതമാക്കി. സിനിമയുടെ റീഹാബിൽ ധ്യാൻ പുതിയൊരു മനുഷ്യനായി. എന്നും അച്ഛനോടൊപ്പം ഉണ്ടാകുമെന്ന വാക്ക് അവസാന നിമിഷം വരെ ധ്യാൻ പാലിച്ചു. അപ്പോഴും വർത്തമാനത്തിൽ ഇരുവരും വാക്പോര് തുടർന്നുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിൽ വേരോടിയ ആത്മബന്ധം മിഴിവോടെ നിന്നു. അടുപ്പമുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന അപൂർവ ബന്ധമായിരുന്നു അത്. അച്ഛൻ്റെ പാത പിന്തുടർന്ന് ധ്യാനും കൃഷിയിൽ താല്പര്യം കാണിച്ചത് ഈ അടുത്ത കാലത്താണ്. കണ്ടനാട് പുന്നച്ചാലിലെ വീടിനടുത്തുള്ള പാടശേഖരത്തിൽ ധ്യാൻ കൃഷി ഇറക്കി. അച്ഛൻ്റെ താല്പര്യപ്രകാരമാണ് കൃഷിയിലേക്ക് ഇറങ്ങിയതെന്ന് അന്ന് ധ്യാൻ പറയുകയും ചെയ്തിരുന്നു. കർഷകനായി വരികയാണ് ഞാൻ. വർഷങ്ങളായി അച്ഛൻ ചെയ്തു വന്നിരുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു എന്നായിരുന്നു അന്ന് ധ്യാനിൻ്റെ വാക്കുകൾ. അച്ഛൻ ശ്രീനിവാസിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അച്ഛനൊന്നും പറഞ്ഞില്ല. സാധാരണ പരാജയമാണല്ലോ, ഇതിലെങ്കിലും വിജയിച്ചു വരണമെന്നാണ് ധ്യാൻ തമാശ രൂപേണ അന്ന് പറഞ്ഞത്. ശ്രീനിവാസിനെയും മോഹൻലാലിനെയും ഒരുമിച്ച് തൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കണമെന്നൊരു മോഹവും ധ്യാനിനുണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ മോഹൻലാൽ ശ്രീനിവാസൻ കോംബോയിൽ എടുക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ശ്രീനിവാസിൻ്റെ അനാരോഗ്യം മൂലം പ്രണവ് മോഹൻലാലും ധ്യാനും ആ വേഷങ്ങളിൽ അഭിനയിച്ചു. മോഹൻലാലും ശ്രീനിവാസനും ഒന്നിക്കുന്ന ഈ സിനിമയെക്കുറിച്ച് ഈ അടുത്ത ഒരു പൊതുവേദിയിലും ധ്യാൻ സംസാരിച്ചിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ അച്ഛനെയും അദ്ദേഹത്തെയും ഒരുമിച്ച് എൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കണം എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമാണെന്നായിരുന്നു ധ്യാൻ പറഞ്ഞത്. പക്ഷേ ആ ആഗ്രഹ സാക്ഷാത്കാരത്തിന് മുൻപ് ഭൂമിയിലെ അരങ്ങിൽ നിന്ന് ശ്രീനിവാസൻ യാത്ര പറഞ്ഞു.